അങ്ങനെ ഈ വർഷത്തെ റമദാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച നമ്മൾ ജുമാക്ക് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോവുകയാണ്. ഈ വർഷത്തെ റമദാനിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. വീടും നാടും വീട്ടുകാരൊന്നും ഇല്ലാണ്ട് അങ്ങ് ദൂരെ ജപ്പാനിലെ ആദ്യത്തെ റമദാനാണ് എൻ്റെ. നിസ്കാരമൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് എത്തിയിട്ട് നമ്മൾ നോമ്പ് തുറക്കുള്ള എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണ്ടേ. ഇപ്പം മെയിനായിട്ട് നമ്മൾ യൂട്യൂബ് നോക്കിയിട്ടാണ് ഓരോ കടികൾ ഇങ്ങനെ ഉണ്ടാക്കി പഠിക്കുന്നത്. കുറച്ച് നാളത്തെ ലീവിന് ശേഷം നാളെ വീണ്ടും ഞാൻ ജോബിന് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണും. അപ്പോൾ റൂമിലുണ്ടായ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് യൂട്യൂബ് നോക്കിയപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചത് ബോണ്ടയും പിന്നെ പൊറോട്ട ചിക്കൻ റോളാണ്. കുക്കിംഗ് അറിയാത്ത പലരും എബ്രോഡ് എത്തിയതിനു ശേഷം സ്വയം ചോദിച്ച ചോദ്യമായിരിക്കും, ഈ ഫുഡൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണോ എന്ന്. അതുപോലെ സാഹചര്യം നമ്മളെ പലതും പഠിപ്പിക്കും. ഫൈനലി ഇതാ ഇവിടെ 5 മണിയായി. അപ്പോൾ നമുക്ക് 6 മണിക്കാണ് ബാങ്ക് കൊടുക്കുന്നത്. 1 മണിക്കൂർ മുമ്പ് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും. അങ്ങനെ മാവിലേക്ക് കുഴച്ച് വെച്ചതൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ല ബോണ്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് റെഡിയായി. ഇനി നമുക്ക് ചിക്കൻ നല്ല രീതിയിൽ പൊരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പൊറോട്ട റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ നല്ല രീതിയിൽ പൊരിച്ചെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടു. ഈ ഒരു ഐറ്റം പിന്നെ നമുക്ക് യൂട്യൂബ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ഇഷ്ടത്തിന് ഒരു മസാല റെഡിയാക്കിയിട്ട് ഫ്രൈ ചെയ്ത ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്ത് മസാലയുടെ കൂടെ മിക്സ് ആക്കിയിട്ട് പൊറോട്ടയിലേക്ക് ഇട്ടിട്ട് നമ്മൾ റോളാക്കി എടുക്കുന്നതല്ല. ഫൈനലി ഇതാ മസാല റെഡിയായി. അങ്ങനെ അത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നല്ല മയോണൈസ് ഇട്ടിട്ട് നല്ലപോലെ നമ്മളത് മിക്സ് ചെയ്യാൻ തുടങ്ങണം. അത് റെഡിയായപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന നല്ല ഫ്രോസൺ പൊറോട്ടയാണ്. അപ്പോൾ നമ്മൾ പൊറോട്ട നല്ല രീതിയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ മസാല ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ റോളാക്കി എടുക്കണം. ഏകദേശം ഇവിടെ ബാങ്ക് കൊടുക്കാനുള്ള സമയമായപ്പോൾ നമ്മൾ പൊറോട്ട നൈസായിട്ട് ഒന്നുകൂടി ചൂടാക്കിയിട്ട് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്യാരറ്റ് ജ്യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു അതും. അപ്പം ഏകദേശം സമയമായപ്പോൾ എല്ലാം എടുത്തു വെച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നോമ്പ് തുറക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.